മലയാളത്തിലെ 2 ന്യൂസ് ചാനലുകളുടെ വാർത്താ ഏറ്റുമുട്ടൽ ഒടുവിൽ കോടതി കയറിയിരിക്കുകയാണ്. വാർത്തകളുടെ പേരിൽ പരസ്പരം മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും. റിപ്പോർട്ടർ ടിവി ഉടമയും മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുകയും ചെയ്ത ആൻഡോ അഗസ്റ്റിനും ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് കേരളത്തിലെ മാധ്യമ രംഗത്ത് അങ്ങനെ കണ്ടു പരിചയമില്ലാത്ത വിധം ഈ കൊമ്പുകോർക്കൽ. ആദ്യം RDX റാപ്പ് കാണാം. മലയാള ന്യൂസ് ചാനലുകളിൽ റേറ്റിംഗിൽ 1ഉം 2ഉം സ്ഥാനത്തുള്ളവരാണ് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും. ഈ ചാനലുകളുടെ ഏറ്റുമുട്ടലാണ് കഴിഞ്ഞയാഴ്ച മലയാളികൾ കണ്ടത്. ഒടുവിൽ അത് നിയമ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിനും ഉടമയ്ക്കും തലപ്പത്തുള്ളവർക്കും ചില വാർത്താ പ്രവർത്തകർക്കുമെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയും BJP അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ട കേസ് നൽകി. തിരിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്തുള്ളവർക്കും ചില റിപ്പോർട്ടർമാർക്കുമെതിരെ റിപ്പോർട്ടർ ടിവിയും മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് അവകാശപ്പെട്ട് റിപ്പോർട്ടർ ടിവി ഉടമ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരുന്നു. ഇത് നടക്കാതെ പോയത് വലിയ വാർത്തയായി. ഇതോടൊപ്പം കലൂർ സ്റ്റേഡിയം നവീകരണം സ്പോൺസർക്ക് നൽകിയതിനെ ചൊല്ലിയും വിവാദങ്ങൾ ഉടലെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പേരിലാണ് റിപ്പോർട്ടർ ടിവി ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ മാനനഷ്ട കേസ് നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വാർത്തകളിൽ കേന്ദ്രീകരിച്ചതോടെ ചാനലിന്റെ ഉടമ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഭൂമി കുംഭകോണ ആരോപണമുയർത്തുന്ന വാർത്തകൾ റിപ്പോർട്ടർ ടിവിയും സംപ്രേഷണം ചെയ്തു. RDX റാപ്പ് ന്യൂസ് മലയാളം. റിപ്പോർട്ടർ ടിവിക്കെതിരെ 100 കോടിയുടെ മാനനഷ്ട കേസാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടർ ടിവി ഉടമ ആൻഡോ അഗസ്റ്റിനടക്കം ചാനൽ തലപ്പത്തുള്ള 9 പേർക്കെതിരെയാണ് കേസ്. BPL ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി പേര് ദുരുപയോഗം ചെയ്ത് വ്യാജ വാർത്ത നൽകിയെന്നാണ് ആരോപണം. മുംബൈ ആസ്ഥാനമായ RHP പാർട്ട്നേഴ്സ് നിയമസ്ഥാപനം വഴിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനകം വ്യാജവാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഈ നോട്ടീസിൽ പറയുന്നു. നീക്കം ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് BPL കൂടി ചൂണ്ടിക്കാട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. തിരിച്ച് 150 കോടിയുടെ മാനനഷ്ട കേസാണ് റിപ്പോർട്ടർ നൽകിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ റിപ്പോർട്ടർ ടിവി 150 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമ രാജീവ് ചന്ദ്രശേഖർ അടക്കം 11 പേർക്കെതിരെയാണ് കേസ്. നിയമ നടപടി മെസ്സിയുടെ വരവുമായി ബന്ധപ്പെടുത്തി റിപ്പോർട്ടിനെതിരെ വ്യാജ വാർത്ത നൽകിയെന്നാണ് അവർ ആരോപിക്കുന്നത്. കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചെന്നും ഈ നോട്ടീസിൽ പറയുന്നു. റിപ്പോർട്ടറിനെതിരെ അപകീർത്തികരമായ വാർത്തകൾ നൽകുന്നത് ബംഗളൂരു സെഷൻസ് കോടതി ഇതിനെതിരെ വിലക്കുകയും ചെയ്തു. ഉത്തരവ് ന്യൂസ് ചാനലുകളും സമൂഹ മാധ്യമങ്ങളും വഴിയുള്ള അപകീർത്തി പരാമർശങ്ങൾ വിലക്കണം എന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഹർജിയിലാണ്. ഇത്രയുമാണ് ഡാറ്റാ ഷീറ്റിലുള്ളത്. ഹർഷൻ, എന്ത് തോന്നുന്നു? ഇതില് നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടേനെ. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ കൂടി എടുത്താണ് ചർച്ച ചെയ്യുന്നത് എന്നതുകൊണ്ടാണ്. ഇതങ്ങനെ കേവലം 2 ചാനലുകൾ തമ്മിലുള്ള തർക്കം എന്നതിനപ്പുറം ഈ 2 ചാനലുകൾക്കപ്പുറത്ത് മറ്റ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ തന്നെയാണ് ഇവർ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം. അതിൽ പ്രധാനമായി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്ന വാർത്തയാണ്. അത് റിപ്പോർട്ടർ ചാനലിൽ മാത്രം അത് കവർ ചെയ്ത ഒരു വാർത്തയൊന്നുമല്ല. അതിനപ്പുറത്ത് അതിന് ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് തന്നെയാണത് ചർച്ച ചെയ്യപ്പെട്ടതും ഒരു ഘട്ടത്തിൽ. പക്ഷേ അത് സംഭവിക്കുന്ന സമയം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ നോക്കിയാൽ ഇപ്പോൾ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന മെസ്സിയുടെ വരവ് അല്ലെങ്കിൽ അർജന്റീന ടീമിൻ്റെ വരവ് അത് മുടങ്ങി എന്നുള്ള ഒരു വാർത്ത, അതായത് അത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് നടക്കില്ല എന്ന മട്ടിലുള്ള വാർത്ത പുറത്തു വന്നതോടെയാണ് ഇതിൻ്റെ സ്വഭാവവും രൂപവും മൊത്തം മാറുന്നത്. മാത്രമല്ല അത് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് വഴിമാറി. കാരണം ഈ സർക്കാർ ഈ കാര്യത്തിൽ മെസ്സിയുടെ വരവിനെ പിന്തുണയ്ക്കുന്നു. ആ നിലയ്ക്ക് മറ്റൊരു തരത്തിൽ റിപ്പോർട്ടർ ചാനലിനെയും പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ അവരാണല്ലോ അതിൻ്റെ സ്പോൺസേഴ്സ്, അവരെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ചർച്ച വന്നു. സ്വാഭാവികമായും അത് കൗതുകമുള്ള വിഷയമാണ്. ആളുകളെല്ലാവരും ആ നിലയ്ക്ക്, പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ പാർട്ടികൾ, അവർക്ക് വേണ്ടത്ര പിന്തുണ അവിടെ നിന്ന് ലഭിക്കുന്നില്ല, മാധ്യമ സ്ഥാപനത്തിൽ നിന്നുള്ള പരാതിയൊക്കെ ഉള്ള സാഹചര്യം കൂടിയുള്ളതുകൊണ്ട് അവർ കർശനമായ നിലപാട് ആ വിഷയത്തിൽ സ്വീകരിച്ചു. തീർച്ചയായും അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായാൽ ആ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കേണ്ടതാണ്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇവിടെ വലിയ തുകയ്ക്കുള്ള കള്ളപ്പണ ഇടപാട് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. 70 കോടിക്ക് സ്റ്റേഡിയം നന്നാക്കും എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് അത്രയും ചെലവാക്കാനുള്ള ഒരു പദ്ധതിയല്ല. 70 കോടി മുടക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് ആ പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ള ആരോപണം വരുമ്പോൾ
അത് പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. അത് മാത്രമല്ല, നമുക്കും ആ കാര്യത്തിൽ വ്യക്തത വേണം. സർക്കാർ ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു വിഷയമാണത്. തീർച്ചയായും അത് സ്പോൺസേഴ്സ് പറയുന്നത് എന്താണ്, അത് വ്യക്തത വരുത്തും. ഈ കാര്യത്തിൽ വ്യക്തതയുണ്ട്. നിങ്ങൾ ഡിസംബർ 1 വരൂ, നിങ്ങളത് കാണൂ, സ്റ്റേഡിയം കാണൂ എന്നാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇതിന് എത്ര കോടി മുടക്കുന്നുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇത്രയും വിവാദമാകുന്ന സ്ഥിതിക്ക് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന സംഭവമായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്ന് വട്ടം കറങ്ങി നോക്കി, എന്തെങ്കിലും ഇവിടെ സംഭവിക്കുന്നുണ്ടോ. എന്തായാലും അവിടെ തകൃതിയായ ജോലികൾ നടക്കുന്നുണ്ട്. ഒരു മാച്ചിന് വേണ്ടി സ്റ്റേഡിയത്തെ ഒരുക്കാൻ വേണ്ട പണികളൊക്കെ ഒരു ഭാഗത്ത് അവിടെ അത് നടക്കുന്നുണ്ട്. അത് വാസ്തവമാണ്. ആ കാര്യത്തിൽ അതിനിപ്പോൾ എത്ര രൂപ മുടക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ ഇതിന് ശേഷം എത്ര മുടക്കി എന്നുള്ളത് അവർ സ്പോൺസർ വ്യക്തമാക്കും എന്നാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വൈരനിര്യാതന ബുദ്ധിയോടെ ആളുകൾ പെരുമാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ അവർ ഇപ്പോൾ ഒരു ചാനൽ ഒരു സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു എന്നതുകൊണ്ട് ഇതങ്ങനെ ഇത് ചാനലുകൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരിപാടികൾ പലരും നടത്താറുണ്ട്, നമ്മളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് ചില പരിപാടികൾ നടത്തും. ഇതങ്ങനെയല്ല. ഇത് നമുക്കൊന്നും ചിന്തിക്കാനാവാത്ത വലുപ്പത്തിലുള്ള ഒരു പരിപാടിയാണ് നടത്താൻ ഇവർ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായും അതിൽ എല്ലാവർക്കും അത്ര തൃപ്തി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് നടക്കുന്നില്ലെങ്കിൽ ഒന്ന് വസ്തുത വച്ചിട്ട് ഇപ്പോൾ ഇതിൽ കള്ളപ്പണത്തിൻ്റെ ഇടപാട് നടക്കുന്നുണ്ട് എന്നുള്ള സംശയമുണ്ടെങ്കിൽ ആ വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനെ നേരിടാൻ തയ്യാറാവണം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എഡിറ്റോറിയൽ വിലയിരുത്തൽ നടത്തുന്ന മട്ടിൽ പോലുമല്ലാതെ വാർത്തകളിൽ ഈ വൈരനിര്യാതന ബുദ്ധിയോടെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം പല മാധ്യമ സ്ഥാപനങ്ങളും നടത്തി എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ആ കാര്യത്തിൽ. അതിനകത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ആൻറ്റോ അഗസ്റ്റിനോ റിപ്പോർട്ടർ ചാനലിനോ ഒക്കെ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്നൊക്കെ അങ്ങനെ പറയണമെങ്കിൽ ആ ആരോപണം ഉന്നയിക്കേണ്ടത് അങ്ങനെ, അതായത് വസ്തുതാപരമായി തെളിവ് വെച്ചൊരു ആരോപണം ഉന്നയിക്കേണ്ടതോ തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കേണ്ടതോ ഒക്കെ രാഷ്ട്രീയ കക്ഷികളോ അതുമായി ബന്ധപ്പെട്ടവരുമാണ്. അതിനപ്പുറത്ത് കൈവിട്ട ആരോപണങ്ങൾ മാധ്യമങ്ങൾ ആ നിലയ്ക്ക് തെളിവില്ലാതെ ഉന്നയിക്കുന്നതിനകത്തൊരു ശരികേടുണ്ട് താനും. കാരണം കേരളം മുഴുവൻ ഇനിയിപ്പം ഇന്നല്ലെങ്കിൽ നാളെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒന്നാണ് മെസ്സിയുടെ വരവോ ഈ മാച്ചോ ഒക്കെ. അപ്പുറത്ത് നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞതാണ്, രാജീവ് ചന്ദ്രശേഖർ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, ദ വയറിനെതിരെ സ്ലാബ് സ്യൂട്ട് പ്രയോഗിച്ച ആളാണ്. വയറ് വസ്തുതാപരമായി തന്നെയുള്ള വാർത്തകൾ കൊടുത്താണ്. കാരണം ഇദ്ദേഹത്തിന് ഡിഫൻസ് സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അവിടെ അങ്ങനെ ഒരു താല്പര്യം നിലനിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറയുന്ന പാർലമെൻ്ററി സബ് കമ്മിറ്റീസ്, ഡിഫൻസ് സബ് കമ്മിറ്റിയിൽ ഇദ്ദേഹം അംഗമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റാണ് വയർ വാർത്തയാക്കിയത്. അതിനെതിരെയാണ് അദ്ദേഹം കോടതിയിൽ നീങ്ങുകയും ഇതുപോലെ മാനനഷ്ട കേസ് കൊടുക്കുകയും അവരെ കുഴപ്പത്തിലാക്കാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തു. പക്ഷേ അവിടെ അവർ നേടുക ചെയ്തത്, വയർ നേടുകയാണ് ചെയ്തത്. രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുകയാണ് ചെയ്തത് സത്യത്തിൽ ആ കേസിൽ. ഇപ്പോൾ ഇവിടെ ഈ സംഭവിക്കുന്ന കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അദ്ദേഹം പഴുതടച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹം ചാനൽ ഉടമയാണെന്ന് ഇപ്പം ഈ റിപ്പോർട്ടർ ചാനൽ ഉടമ എന്ന പേര് കൊടുത്ത് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തതിനെതിരെ അദ്ദേഹം കേസ് കൊടുക്കുമെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചാനൽ ഉടമയാണെന്ന് അദ്ദേഹം സമ്മതിച്ചു തരില്ല. അദ്ദേഹം ചാനലിലെ പ്രവർത്തകരെയും ജീവനക്കാരെയും വഴക്കൊക്കെ പറയുമെങ്കിലും പക്ഷേ അദ്ദേഹം ചാനൽ ഉടമയാണ് എന്നുള്ളത് സമ്മതിച്ചു തരില്ല. എനിക്ക് ചാനലില്ല എന്നാണ് അദ്ദേഹം പറയുക, എനിക്ക് ബിസിനസ് ഇല്ല എന്നാണ് അദ്ദേഹം പറയുക. പക്ഷേ ഏതാണ്ട് പുറത്തു വരുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 8,000 കോടി രൂപയുടെയെങ്കിലും ബിസിനസ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ആസ്തിയുള്ള ജൂപ്പിറ്റർ വെഞ്ചേഴ്സ് എന്നുള്ള കമ്പനി 99% ഓഹരി ഉടമ ആരാണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം തന്നെയാണ് താനും. അതാണ് അതിൻ്റെ കൗതുകകരമായ വൈരുദ്ധ്യം. എന്നാൽ അദ്ദേഹത്തിന് ഇതെല്ലാം നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിന് അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റും, അതായത് എനിക്കിതൊന്നും ഇല്ല എന്ന്. അത് ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. ഈ നിയമത്തിൻ്റെ ഗ്രേ ഏരിയയെ എല്ലാം നന്നായി പ്രയോജനപ്പെടുത്താൻ അറിയാവുന്ന ഒരു വ്യക്തിയും രാഷ്ട്രീയ നേതാവും കോർപ്പറേറ്റുമാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുക ഈ കാര്യത്തിൽ, ഈ കർണാടക ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ അദ്ദേഹത്തെ നേരിട്ട് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ആ കേസ് പോകുമോ എന്നുള്ള സംശയം എനിക്കിപ്പോഴും ഉണ്ട്. കാര്യം 2004 സുപ്രീം കോടതി ഈ കേസിൽ ഞങ്ങളെ കുറ്റവിമുക്തരാക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ 2011 ഇടപാടിൽ 2004 എങ്ങനെ കുറ്റവിമുക്തരാക്കുമെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ആ ചോദ്യങ്ങളെല്ലാം ചെന്ന് നിറയ്ക്കുക രാജീവ് ചന്ദ്രശേഖറിലല്ല എന്നുള്ള പ്രശ്നമുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ BPL ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നിട്ടില്ല. അദ്ദേഹം BPL കമ്മ്യൂണിക്കേഷൻസിൻ്റെ ആളായിരുന്നു. അദ്ദേഹം അവിടെ വിവാഹബന്ധത്തിലൂടെ BPLുമായി അടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അതിനുശേഷം അദ്ദേഹം BPL കമ്മ്യൂണിക്കേഷൻസിൻ്റെ ആളാവുകയും BPL മൊബൈൽ തുടങ്ങുകയും ഒക്കെ ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിഷണറിയായി ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചു വന്നയാളുമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തെ ഈ കേസിൽ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ 100 കോടിയുടെ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഗൗരവത്തോടെ ഞാൻ കാണുന്ന കേസ് രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത കേസാണ്. കാരണം അത് 100 കോടി മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത് പെർഫെക്റ്റ് സ്ലാബ് സ്യൂട്ടാണത്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇപ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് ആ നിലയ്ക്കല്ല, അത് ഈ പറയുന്നത് പോലെ ഒരു യുദ്ധം എന്നുള്ള മട്ടില്ല. അങ്ങനെയെങ്കിൽ ഞാനും എന്നുള്ള മട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പ്രോബ്ലം. പക്ഷേ അതിൽ ആദ്യം റിസൾട്ട് വന്നിരിക്കുന്നത് ഇവർ കൊടുത്തതിലാണ്, ഏത് റിപ്പോർട്ടർ ചാനൽ കൊടുത്തതിലാണ്. കാരണം അവരെക്കുറിച്ചുള്ള ഈ മുട്ടിൽ മരമുറി അടക്കമുള്ള കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഇത് കൊടുക്കരുത് എന്നുള്ളതാണ്. സത്യത്തിൽ ആ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നത് ഒരു തരത്തിൽ പൊതുസമൂഹത്തിന് നല്ലതാണ്. കാരണം ഇതെല്ലാം സമൂഹത്തെ കൂടി ബാധിക്കുന്ന വിഷയങ്ങളാണ്. എല്ലാ ദിവസവും ആളുകളുടെ അഭിപ്രായ രൂപീകരണത്തിലും ഒക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന മാധ്യമങ്ങളാണ് ഇത് എല്ലാം എന്നുള്ളത് ഇപ്പോൾ ആളുകളും ചിന്തിക്കും. സ്വാഭാവികമായി അതൊക്കെ ഇവരും ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ വാർത്തകളാണ് റിപ്പോർട്ടർ TV നൽകിയതെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നു. കായിക മന്ത്രി അടക്കം തിരുത്തിയിട്ടും ഏഷ്യാനെറ്റ് തനിക്കെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുകയാണെന്നാണ് ആൻഡോ അഗസ്റ്റിന്റെ വാദം. ഒപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ എന്ന സ്വാതന്ത്ര്യം എടുത്തു പറയട്ടെ. വാർത്തകൾ ആർക്കും ആരോടും പ്രതികാരം തീർക്കാനുള്ളതല്ല. വ്യക്തമായ തെളിവുകളുള്ള വാർത്തകളെ മാനനഷ്ട കേസുകൾ കൊണ്ട് തള്ളിക്കളയാനുമാകില്ല.